വളരെ ചെറിയൊരു വീട്. ആ വീടിൻ്റെ ഭാഗങ്ങൾ ഇതൊക്കെ നന്നാക്കിയെടുക്കാൻ ഒരുപക്ഷെ കുറച്ചുകൂടി സൗകര്യത്തിലുള്ള ജീവിതത്തിന് വേണ്ടിയാണ് സുജ തൻ്റെ പ്രിയപ്പെട്ട മക്കളെയും ഒക്കെ വിട്ട് വിദേശത്ത് ജോലിക്കായി പോയത്. അങ്ങനെ 2 വർഷമായി കാണാത്ത മകനെ തിരിച്ചെത്തുമ്പോൾ സുജയ്ക്ക് മൃതശരീരമാണ്, ചേതനയേറ്റ ശരീരമാണ് ഇതിൻ്റെ ശരീരമാണ് കാണാൻ കഴിയുക എന്നുള്ളതാണ്. എങ്ങനെ അവരെ ആശ്വസിപ്പിക്കും എന്നറിയാത്ത ഇങ്ങനെ കുഴങ്ങി ഇരിക്കുകയാണ് നാട്ടുകാരും ബന്ധുക്കളും അയൽവാസികളും ഒക്കെ. എന്തായാലും സുജ ഇവിടെ എത്തുന്നതോടുകൂടി വലിയ തരത്തിലുള്ള ദുഃഖഭരിതമായ ഒരു അവസ്ഥയായിരിക്കും നിലവിൽ ഇവിടെ കാണുക എന്നുള്ളതാണ്. അതുതന്നെയാണ് ഈ നാട്ടുകാരൊക്കെ പറയുകയും ചെയ്യുന്നത്. ഇത്രയും പ്രിയപ്പെട്ട ഒരാൾ നഷ്ടപ്പെട്ടതിൻ്റെ വേദന അവർക്കും ഉണ്ട്. അങ്ങനെ അയൽവാസികളൊക്കെ ഈ മാധ്യമപ്രവർത്തകർക്കുൾപ്പെടെ ഇവിടെ എത്തി ഇങ്ങനെയൊരു യാദൃശ്ചികമായ ഇങ്ങനെയൊരു സംഭവം നാട്ടുകാരും എല്ലാ സഹായത്തിനും കൂടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രിയപ്പെട്ട ഒരാളുടെ ചേതനയേറ്റ ശരീരം ഏറ്റുവാങ്ങാനായി തയ്യാറായിരിക്കുകയാണ് ഈ മുളന്തരയിലെ വീട്. ദിവ്യ, ആ വീടിനകത്തു നിന്നുള്ള നിലവിളികൾ, നിലക്കാത്ത നിലവിളികൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. ഈ വേദനയെ എങ്ങനെ അവർ അതിജീവിക്കും എന്നറിയില്ല. പക്ഷെ അതിജീവിച്ചേ പറ്റൂ, മറ്റു മാർഗങ്ങളില്ല. അവരുടെ പൊന്നോമനയാണ് അവർക്ക് നഷ്ടമായിരിക്കുന്നത്. സ്നേഹവും കരുതലും ഒക്കെ കൊടുത്തു വളർത്തിയ പൊന്നുമകനാണ് മിഥുൻ. പഠിച്ച് മിടുക്കനായി വളർന്ന വലിയൊരു നിലയിലെത്തും എന്നവർ സ്വപ്നം കണ്ടിരുന്നുണ്ടാവും, ഉറപ്പാണ്. ഭാവിയിൽ ആ അച്ഛനും അമ്മയ്ക്കും പ്രതീക്ഷയും താങ്ങുമായി മാറും എന്ന് കരുതിയതായിരുന്നു മിഥുൻ. പക്ഷേ വിടരും മുൻപേ കൊഴിയാനായിരുന്നു മിഥുൻ്റെ വിധി എന്ന് തന്നെ പറയേണ്ടി വരും. ആ വേദനയിലാണ് ആ കുടുംബം ഒന്നാകെയുള്ളത്. ആ കുടുംബത്തിൻ്റെ വേദനയ്ക്കൊപ്പം ആ നാടൊന്നാകെ ചേരുന്ന കാഴ്ച കൂടിയാണ് കൊല്ലം തേവരക്കരയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. 4 മാസമേ ആയിട്ടുള്ളൂ മിഥുൻ്റെ അമ്മ സുജ വിദേശത്തേക്ക് പോയിട്ട് അവിടെ ഒരുപാട് പ്രാരാബ്ദങ്ങൾ, സാമ്പത്തിക പരാധീനതകളൊക്കെ ഉണ്ടായിരുന്നു ആ കുടുംബത്തിന്. ഒരു സാധാരണ കുടുംബമായിരുന്നു മിഥുൻ്റേത്. അപ്പോൾ അതെല്ലാം തീർത്തുകൊണ്ട് മടങ്ങിയെത്താമെന്നായിരുന്നു സുജ കരുതിയത്. അപ്പോൾ 4 മാസമേ ആയുള്ള കുവൈറ്റിൽ വീട്ടുജോലിക്കായി പോയിട്ട് അതിനിടയിലാണ് ഇങ്ങനെയൊരു ദുരന്ത വാർത്ത ആ കുടുംബത്തെ തേടിയെത്തുന്നത്. അല്ലാത്ത ദുഃഖഭരിതമായ അന്തരീക്ഷം തന്നെയാണ് വീട്ടിലുള്ളത്. അധികം വൈകാതെ ഉച്ചയ്ക്ക് ഒരു 2 മണിയോടുകൂടി അമ്മ സുജ അവിടെ വീട്ടിലെത്തിച്ചേരും. അതിന് മുൻപായി സ്കൂളിലെ പൊതുദർശനമൊക്കെ പൂർത്തിയാക്കി മിഥുൻ്റെ മൃതദേഹവും അവിടെ വീട്ടിലേക്ക് കൊണ്ടുവരും. അവിടെ ഒരു അല്പനേരം പൊതുദർശനം ഉണ്ടാകുമെന്ന് കരുതുന്നു. അതിനുശേഷം വൈകിട്ടോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിട്ടുള്ളത്. അവിടെ സ്കൂളിലും പൊതുദർശനത്തിനായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. അവിടെ എല്ലാവരും മിഥുനെ കൊണ്ടുവരുന്നതും കാത്തിരിക്കുകയാണ്. ഏതാണ്ട് 10:30 തന്നെ ആശുപത്രിയിൽ നിന്ന് മിഥുൻ്റെ മൃതദേഹം ആംബുലൻസ് മാർഗം വിലാപയാത്രയായി ആശുപത്രിയിൽ നിന്ന് സ്കൂളിലേക്ക് കൊണ്ടുപോയിരുന്നു. പക്ഷേ ഇതുവരെയും അവിടെ സ്കൂളിൽ എത്തിച്ചേർന്നിട്ടില്ല. അതിൻ്റെ കാരണം വഴിയിലുടനീളം ഒരുപാട് ആളുകൾ മിഥുനെ കാണാനായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ചെറിയ ദൂരമേ ഉള്ളൂ ആശുപത്രിയിൽ നിന്ന് സ്കൂളിലേക്ക്. പക്ഷേ ഇന്നത് വലിയ ദൂരമായി മാറിയിരിക്കുകയാണ്. കണ്ണു നിറഞ്ഞുകൊണ്ട് ഏവരും അന്ത്യയാത്ര ചൊല്ലാനായി അവിടെ സ്കൂളിൽ കാത്തിരിക്കുന്നത് നമുക്ക് കാണാം. നല്ല മഴയുണ്ട് അവിടെ. പക്ഷേ എങ്കിലും അതെല്ലാം അവഗണിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ സ്കൂളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അധ്യാപകർക്കും സഹപാഠികൾക്കുമൊക്കെ തങ്ങളുടെ പ്രിയപ്പെട്ട മിഥുനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ടായിരുന്നു. ഈ വർഷമാണ് ആ സ്കൂളിലേക്ക് മിഥുൻ എത്തിയത്. 8ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ. 2 മാസം കൊണ്ട് തന്നെ അവിടെ ഏവർക്കും പ്രിയപ്പെട്ടവനായി മിഥുന് മാറാൻ കഴിഞ്ഞു. അവിടെ ഫുട്ബോൾ ടീമിലടക്കം സെലക്ഷൻ കിട്ടിയതോടുകൂടി മിഥുനും വലിയ സന്തോഷത്തിലായിരുന്നു. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി സ്കൂളിലേക്ക് എത്തിയതായിരുന്നു മിഥുൻ. രാവിലെ കൂട്ടുകാർക്കൊപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ അങ്ങനെയൊരു അപകടമുണ്ടാകും എന്ന് മിഥുൻ സ്വപ്നം പോലും കണ്ടിട്ടുണ്ടാകില്ല. അവിടെയുണ്ടായ തകര ഷെഡിന് മുകളിലേക്ക് ചെരുപ്പ് തെറിച്ചു വീണപ്പോൾ അതെടുക്കാൻ വേണ്ടിയായിരുന്നു മിഥുൻ ആ ഷെഡിന് മുകളിലേക്ക് കയറിയത്. പക്ഷെ അതിനിടയിൽ ആ കാല് സ്ലിപ്പായി. ആ കാലൊന്ന് സ്ലിപ്പായപ്പോൾ ചെന്ന് പിടിച്ചത് ആ വൈദ്യുതി ലൈനിലായിപ്പോയി. അതിന് പിന്നാലെ തന്നെ മിഥുൻ അവിടെ ബോധം കെട്ടു വീണു. അധ്യാപകരും മറ്റുള്ളവരുമൊക്കെ കോരിയെടുത്തുകൊണ്ട് മിഥുനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് ഓടി. പക്ഷേ ജീവൻ നഷ്ടപ്പെട്ടു. ആ വേദനയെ കടിച്ചമർത്തുകയാണിപ്പോൾ നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും. അല്പസമയത്തിനകം തന്നെ പൊതുദർശനം ആരംഭിക്കും. തേവലക്കര സ്കൂളിൽ നിന്ന് ലിജോ റോൾസ് ഉണ്ട് എന്നാണ് കരുതുന്നത്. ലിജോ, ഇതുവരെയും മിഥുൻ്റെ മൃതദേഹം അവിടേക്ക് കൊണ്ടുവന്നിട്ടില്ല. എന്താണ് വൈകുന്നത്? വരുന്ന വഴിയിലൊക്കെ
ആളുകൾ തടിച്ചുകൂടി മിഥുനെ കാണാനായി കാത്തിരിക്കുന്നത് കൊണ്ടാണോ ഈ ലേറ്റ് ആകൽ? ഈ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ നിന്നും ഈ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 5 കിലോമീറ്ററോളം മാത്രമാണ്. പരമാവധി അത് എത്താനെടുക്കുന്ന ഒരു സമയം ഒരുപക്ഷെ 10 മിനിറ്റാണ്. പക്ഷേ 10:30ക്കാണ് അവിടെ നിന്നും വിലാപയാത്ര ആരംഭിച്ചത്. ആശുപത്രിയിൽ നിന്നുള്ള വിലാപയാത്ര ആരംഭിച്ചത്. ഇതുവരെയും സ്കൂളിലേക്ക് എത്തിയിട്ടില്ല. അതായത് വരുന്ന വഴിയിലെല്ലാം ആളുകൾ വലിയ രീതിയിലുള്ള ജനക്കൂട്ടം, ഒപ്പം തന്നെ ഈ വിലാപയാത്രയെ അനുഗമിച്ചു കൊണ്ടുവരുന്ന വലിയ രീതിയിലുള്ള ഒരു വാഹന സഞ്ചയം, ഇതെല്ലാം തന്നെയാണ് ഇത്തരത്തിൽ സ്കൂളിലേക്ക് എത്തിച്ചേരുന്നത് വൈകുന്നതിനൊരു കാരണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഏകദേശം ഇതിനോടടുത്തുള്ള 1 കിലോമീറ്റർ അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് അധ്യാപകരിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. അധികം വൈകാതെ തന്നെ ഈ സ്കൂളിലേക്ക് എത്തും. അധികം വൈകാതെ തന്നെ എത്തും. കാര്യം ആ വാഹനത്തെ അനുഗമിച്ചുകൊണ്ട് കളക്ടർ ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് ആ വാഹനത്തെ അനുഗമിക്കുന്നുണ്ട്. MP MLA മാർ ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ ഉണ്ട്. അതുതന്നെ അപ്പോൾ ആ പോലീസിൻ്റെ സുരക്ഷ ഒരുക്കിക്കൊണ്ടൊക്കെയാണ് വരുന്നതെങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു ക്രമീകരണങ്ങളൊക്കെ ഒരുക്കുമ്പോൾ തന്നെ ഈ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ കൃത്യമായി കഴിയാതെ പോകുന്നു. ഇപ്പോൾ NCCയുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുന്നത് കാണാം. അതായത് അവസാനമായി ഒരു അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് NCCയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ഇവിടേക്ക് എത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ ആഗ്രഹത്തോടുകൂടി ഇത്തവണ NCCയിലേക്ക് എൻറോൾ ചെയ്യപ്പെട്ട ഒരു കുട്ടിയായിരുന്നു മിഥുൻ. അതുകൊണ്ട് തന്നെ അപ്പോൾ അവർ അതിൻ്റെ ഭാഗമായിട്ട് ആ ഉദ്യോഗസ്ഥരെത്തി അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്യും. വിവിധ രാഷ്ട്രീയ കക്ഷികളെ പ്രതിനിധീകരിച്ചിട്ടുള്ള ആളുകളൊപ്പം തന്നെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നിരവധിയായിട്ടുള്ള ആളുകൾ സ്കൂളിനെ പ്രതിനിധീകരിച്ചിട്ടുള്ളവരെല്ലാം തന്നെ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഓരോ സമയം കഴിയും തോറും ഇവിടെ ജനത്തിരക്ക് കൂടിക്കൂടി വരുന്നതാണ് കാണാൻ കഴിയുന്നത്. ഈ കെട്ടിടത്തിൻ്റെ ഓരോ നിലകളിലും കഴിയുന്ന എല്ലാ ഇടങ്ങളിലും കയറി നിന്നുകൊണ്ട്, എതിർവശത്തെ ഉയരമുള്ള സ്ഥലങ്ങളിലെല്ലാം കയറി നിന്നുകൊണ്ട് അവസാനമായി ഇതിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള, അതായത് സ്കൂൾ വിദ്യാർത്ഥികളുണ്ട്, അവരുടെ രക്ഷിതാക്കളുണ്ട്, പ്രായമായവരുണ്ട്, അമ്മമാരുണ്ട്, എല്ലാവരും തന്നെയുണ്ട്. സാധാരണയായി പറയാറുണ്ട്, ഒരു മനുഷ്യൻ എങ്ങനെ ജീവിച്ചു എന്നുള്ളത് വ്യക്തമാകുന്നത് ആ മനുഷ്യൻ മരിക്കുമ്പോൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ജനങ്ങളെ കണക്കാക്കിയിട്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 13 വർഷക്കാലം മാത്രം ജീവിക്കാൻ അവസരം കിട്ടിയ മിഥുൻ, ഈ ഭൂമിയിൽ മിഥുൻ എത്രത്തോളം മറ്റുള്ളവരുമായി ഒരു സൗഹൃദം പങ്കുവച്ചിരുന്നു എന്നുള്ള കാര്യം, അധ്യാപകരോട് എത്രത്തോളം സ്നേഹത്തോട് പെരുമാറിയിരുന്നു എന്നുള്ള കാര്യം ഒക്കെ തന്നെ മനസ്സിലാകുന്നത് ഈ ഒരു ജനത്തിരക്കിൽ നിന്നും തന്നെയാണ്. കാരണം ഫുട്ബോളൊക്കെ കളിക്കുക, അതായത് ഗ്രൗണ്ടിലേക്ക് ഫുട്ബോൾ കളിക്കുന്ന രീതിയിലൊക്കെ അവർ കളിച്ചുകൊണ്ടിരുന്നതാണ്. സാധാരണ സ്കൂളിൽ നേരത്തെ എത്തുന്ന കുട്ടികൾ കളിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള അപകടങ്ങളെയൊക്കെ വഴിവെക്കുന്നു. ഇപ്പോൾ ഈ കൂടുതലായിട്ടുള്ള വിദ്യാർത്ഥികൾ ഇവിടെ സമീപത്തൊരു ചെറിയ മരമുണ്ട്, അതിൻ്റെ ചെറിയൊരു ഉയരമുള്ള ഭാഗത്ത് ആ കുട്ടികളെല്ലാം തന്നെ കയറി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ വരുന്ന സമയത്ത് അവർക്ക് മിഥുനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി മൊബൈൽ മോർച്ചറിയിലാണ് ഇവിടേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള ഒരു ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല ഇപ്പോൾ പോലീസിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ ഒരു മൃതദേഹം ഇവിടേക്ക് എത്തിച്ച് ഈ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവയ്ക്കുന്നതിന് വേണ്ടി വഴിയും മറ്റുമൊക്കെ ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അധികം വൈകാതെ തന്നെ മിഥുൻ്റെ മൃതദേഹം ഇവിടെ എത്തിക്കുമെന്നുള്ളൊരു കാര്യമാണ് ഈ ഒരുക്കങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ നേരത്തെ 10 ഏകദേശം സമയം നോക്കുമ്പോൾ ഇപ്പോൾ 1 മണിക്കൂറിനോടടുത്ത് വരികയാണ്. ഒരു 5 കിലോമീറ്റർ വരുന്ന ഒരു ദൂരം കവർ ചെയ്യാൻ ഇത്രത്തോളം സമയമെടുക്കുമ്പോൾ തന്നെ മനസ്സിലാകും അവസാനമായി കാണാൻ, അവസാനമായി ഒരു ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി, അവസാനമായി ഒന്ന് ആ വിലാപയാത്രയെ അനുഭവിച്ചു വരുന്നതിന് വേണ്ടി എത്രത്തോളം ആളുകളായിരിക്കാം അവരോടൊപ്പം ഉള്ളത് എന്നുള്ള കാര്യം ഈ ഒരു തിരക്കും ഒപ്പം തന്നെ ഈ എടുക്കുന്ന സമയത്തിൽ നിന്നുമൊക്കെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. ഇനി അധികം വൈകില്ല എന്നുള്ളത് തന്നെയാണ് ചില അധ്യാപകരോടൊക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇവിടെ അധ്യാപകരായിക്കോട്ടെ, മറ്റ് രക്ഷിതാക്കളായിക്കോട്ടെ, ഇതിൻ്റെ സുഹൃത്തുക്കളായിക്കോട്ടെ, ഇതിൻ്റെ ഒപ്പം ഈ NCCയിലുള്ള കുട്ടികളായിക്കോട്ടെ, എല്ലാവർക്കും ഇതിനെക്കുറിച്ച് നല്ലത് മാത്രം പറയാൻ, നല്ല മിടുക്കനായി പാട്ട് പാടുന്ന ഒരു 13 വയസ്സുകാരൻ തൻ്റെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി സ്കൂൾ മാറിയപ്പോൾ ഈ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലേക്ക് എത്തിയ ഒരു 8ാം ക്ലാസ്സുകാരൻ. പക്ഷേ ഇവിടേക്കൊക്കെ എത്തുമ്പോൾ പോലും അവിടെ അവന് അത് മടങ്ങി പോകാൻ കഴിയാതുന്നത് ചേതനേറ്റ ഒരു ശരീരമാണ് എന്നുള്ളത്. അധികം ദൂരമില്ല സ്കൂളിലേക്ക് എന്നാണ് അറിയുന്നത്. അധികം വൈകാതെ തന്നെ മിഥുൻ്റെ മൃതദേഹം അവിടെ സ്കൂളിൽ എത്തിച്ചേരും. അതിനുശേഷമായിരിക്കും പൊതുദർശനം ഉണ്ടാവുക. പൊതുദർശനം ഏറെ നീളും എന്നത് ഉറപ്പാണ്. കാരണം അത്രയധികം ആളുകൾ ഈ ദുഃഖവാർത്ത അറിഞ്ഞ് അവിടെ സ്കൂളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.